ഹായ് ഫ്രണ്ട്സ്, ഹോം സൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും അതുപോലെ തന്നെ എൻ്റെ ഈ കൊച്ചു ചാനലൊന്ന് സബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ. അതുപോലെ ഈ കൊച്ചു ചാനലൊന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ നമുക്ക് റവ ലഡു എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിനായിട്ടൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് പാൽ അളന്നെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു യെല്ലോ കളറ് നമ്മുടെ ലഡുവിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കളർ ചേർക്കാതെ നമ്മൾ ഈ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പാൽ ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്, ചെറിയ അടുപ്പ്. അതാകുമ്പോൾ അതൊക്കെ അവിടെ നിന്ന് തിളച്ചോളും. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂണോളം നെയ്യ് മതിയാവും. നെയ്യ് ഒന്ന് മെൽറ്റായതിന് ശേഷം നമുക്കതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കശുവണ്ടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കശുവണ്ടിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. അപ്പോൾ അത് ഞാൻ 1-2 രണ്ടായിട്ടൊക്കെ 2-3 ഞുറുക്കി ഇട്ടു. ചിലതൊക്കെ മുഴുവനായിട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. തീ എപ്പോഴും കുറച്ച് വെച്ച് വേണം ഇതൊക്കെ ചെയ്തെടുക്കാൻ കേട്ടോ. ഇതൊക്കെ കരിഞ്ഞു പോയാൽ ഇതിൻ്റെ എല്ലാം ടേസ്റ്റ് പാടെ മാറിപ്പോവും, നെയ്യുടെ മണവും അങ്ങ് മാറും. അപ്പോൾ ഇതാ നമ്മുടെ കശുവണ്ടി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറുത്ത മുന്തിരിങ്ങയും കൂടെ ഇതിലേക്കിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഇതും കൂടെ ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാന്നൊരു ലൈക്ക് തരാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാനും ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ് ചെയ്യാനും അതുപോലെ തന്നെ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പിക്കായി ഈ ചാനലൊന്ന് ഫോളോ ചെയ്യാനും മറക്കരുതേ. അപ്പം നമ്മുടെ മുന്തിരിങ്ങയെല്ലാം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 അതേ പാനിൽ തന്നെ ബാക്കിയെടുത്ത നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. റവ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലപോലെ ഒരു 6 മിനിറ്റോളം ഞാനൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം വറുക്കാൻ. ഒരുപാട് കൂട്ടി വെച്ച് ഇത് വറുത്തെടുക്കരുത് കേട്ടോ. ഞാൻ എടുത്തേക്കുന്ന റവ റോസ്റ്റഡ് റവയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നല്ലപോലെ റവ എല്ലാം മൂത്ത നെയ്യുടെയും നല്ലൊരു മണം കിട്ടും. റവയുടെ ഒക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇപ്പോൾ ഒരു 6 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് എടുത്ത് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. വലിയ വലിയ പീസായിട്ട് കിടക്കുന്നതുകൊണ്ട് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 3 മിനിറ്റോളം നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങ ഒരുപാട് അങ്ങനെ അങ്ങനെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈ നെയ്യ് കിടന്ന് എല്ലാം നല്ലപോലെ ഒന്ന് മൂത്ത് കിട്ടേണ്ടത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരു 3 മിനിറ്റോളം എങ്കിലും നല്ലപോലെ നമുക്കൊന്ന് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ നമ്മുടെ പൊടിച്ച് വെച്ചിരുന്ന 3/4 കപ്പ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. ആ കപ്പിന് പൊടിച്ചതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു പിഞ്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മധുരത്തിൻ്റെ ഫ്ലേവറൊക്കെ ഒരു നല്ലപോലെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കശുവണ്ടിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇത് പഞ്ചസാരയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഒരുപാട് സമയം ഫ്ലെയിം ഓണാക്കി വെച്ചിട്ട് നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കരുത് കേട്ടോ. അപ്പോൾ പഞ്ചസാരയൊക്കെ മെൽറ്റായി പോവും. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വേണം എല്ലാം ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏലക്കാപ്പൊടി വേണ്ട, അതിൻ്റെ ഫ്ലേവർ വേണ്ട എന്നുള്ളവർ അത് ഒഴിവാക്കാം കേട്ടോ. ഇനി നമുക്കിത് മാറ്റാം. അപ്പോൾ ഇനി ഒന്ന് തണുത്ത് വരണം. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂട് മാറിയതിന് ശേഷം ഞാൻ നല്ല ചൂട് പാലെന്ന് പറഞ്ഞാൽ ഒരുപാട് തിളച്ച പാലല്ല, എന്നാൽ ചൂടുള്ള പാൽ തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ പാല് കുറേശ്ശെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് അങ്ങനെ പെട്ടെന്ന് ഒഴിച്ചിട്ട് പിന്നെ വെള്ളം ഒരുപാട് അങ്ങ് ലൂസായി പോകണ്ടല്ലോ, എന്നാലും റവ ഇതാവും. ഞാനപ്പോൾ കുറേശ്ശെ ഒഴിച്ചെടുത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഈ റവയുടെ ചൂടും പാനിന് നല്ല ചൂടുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ച പാലിൻ്റെ ചൂടൊക്കെ കൊണ്ടിട്ട് നമ്മുടെ റവ എല്ലാം നല്ല സോഫ്റ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ചൂട് കൊണ്ട് തന്നെ നമ്മുടെ പഞ്ചസാര എല്ലാം നല്ലപോലെ ഒന്ന് മെൽറ്റാവുകയും ചെയ്യും. നമ്മൾ പൊടിച്ചായിട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ നല്ലപോലെ നമ്മളെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ സമയം ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാത്തത് മക്കൾക്ക് ഇവിടെ അത്ര താല്പര്യമില്ല, അതങ്ങനെ ഒരുപാട് കഴിക്കുന്നത്. അപ്പോൾ ഞാനിത് ഒരെണ്ണം അതിൻ്റെ ഉരുട്ടിയതിന് ശേഷം അതിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അത് എടുത്തേക്കുന്നത് കേട്ടോ. ബാക്കി ഞാൻ കഴിക്കും, മക്കൾക്ക് വലിയ താല്പര്യം, അല്ലെങ്കിൽ ഇവരെടുത്ത് കളയും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്കിത് ഒരെണ്ണം വെച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ നമ്മൾ അതുപോലെ ഈ ബോൾ ഉരുട്ടിയെടുക്കുമ്പോൾ നല്ലപോലെ കൈകൊണ്ട് അമർത്തി വേണം ഉരുട്ടിയെടുക്കാൻ കേട്ടോ. അതുപോലെ നല്ലപോലെ പ്രസ് ചെയ്ത് അമർത്തിയെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരെണ്ണം വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് അമർത്തിയെടുത്താൽ മതിയാവും. ഇതെല്ലാം മൊത്തത്തിൽ ഒരുപാട് ഇട്ട് എടുക്കുന്നെങ്കിൽ കുറച്ച് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. പക്ഷേ ഇവിടെ ഇല്ല, ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്ത കേട്ടോ.
അപ്പോൾ അതാ എല്ലാം ഞാനിവിടെ ഇതുപോലെ ഒന്ന് നമ്മൾ ബോളായിട്ട് ഉരുട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രുചികരമായിട്ടുള്ള നമ്മുടെ റവ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മൾ തേങ്ങയൊക്കെ ചേർത്ത് എല്ലാം നെയ്യിലാണ് ചെയ്തെടുക്കുന്നത്. ഹെൽത്തിയാണ്. അപ്പം മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതുപോലെ കഴിക്കാം. അപ്പോൾ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.